കുറച്ച് നെല്ലിക്ക കയ്യിൽ കിട്ടിയപ്പോൾ തേൻ നെല്ലിക്ക കഴിക്കാനൊരു ആഗ്രഹം തോന്നി. എന്നാൽ പിന്നെ ഇന്ന് തേൻ നെല്ലിക്ക ഉണ്ടാക്കുന്ന വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ച് തേൻ നെല്ലിക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെല്ലിക്ക എല്ലാം തന്നെ കഴുകി തുടച്ച് ഒരു ഇഡ്ഡലി ചെമ്പിലേക്ക് ആവി കയറ്റാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെല്ലിക്ക ഒരുപാട് സമയമൊന്നും വേവിച്ചെടുക്കണ്ട. ഒരു 2 മിനിറ്റ് നല്ല പോലെ ഒന്ന് ആവി കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെല്ലിക്ക ഓഫാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ ടൂത്ത് പിക്ക് എടുത്ത് ഓരോ നെല്ലിക്കയായിട്ട് അതിലിങ്ങനെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ശർക്കര എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് നന്നായി തന്നെ ഇറങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 1 കിലോ നെല്ലിക്കയ്ക്ക് 1 കിലോ ബെല്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു മധുരം ഇതിൽ തന്നെ കിട്ടും. ബെല്ലം എല്ലാം തന്നെ നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ നെല്ലിക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു വെള്ളത്തിൽ കിടന്ന് ഈ നെല്ലിക്ക നല്ലപോലെ കുക്കായി വരണം. ആ വെള്ളം എല്ലാം തന്നെ നല്ലപോലെ കുറുകി വരണം. അതുവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു പട്ടയുടെ പീസ് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടും. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല എനിക്ക് കിട്ടിയത്. എന്നാലും കുഴപ്പമില്ല, തേൻ നെല്ലിക്കയായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ബെല്ലം എല്ലാം തന്നെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ നെല്ലിക്കയിലേക്ക് ഈ ബെല്ലം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു അളവെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതേപോലെ ഒട്ടുന്ന മാതിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഒരു അളവ് എന്ന് പറയുന്നത്. ഫൈനൽ സ്റ്റേജിൽ നമ്മൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് തേനാണ്. ഞാനിവിടെ ഒരു 1/4 ലിറ്ററോളം തേന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക.